And although it's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡറിൽ വരുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം. ഒന്ന് ഡിപ്രിസിയേഷൻ പഠിക്കണം, പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതുകൂടാതെ അണ്ടർ ആൻഡ് ഓവർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഡിപ്രിസിയേഷൻ. എന്താ ഡിപ്രിസിയേഷൻ നോക്കാം. ഡിപ്രിസിയേഷൻ ഇസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ഒബ്സലൻസ് എക്സെട്ര. നമുക്കറിയാം ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ഡിക്രീസിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ആ ഡിക്രീസ് വരുന്നത് ഒന്ന് വിയർ ആൻഡ് ടിയർ, നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിലുണ്ടാകുന്ന എന്തെങ്കിലും കുഴപ്പങ്ങൾ, പാസേജ് ഓഫ് ടൈം, നമ്മൾ ടൈം കുറയുന്നതിനനുസരിച്ച് നമ്മൾ സാധനം വാങ്ങിച്ച് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച് ഒരു 5 വർഷം കഴിഞ്ഞ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വില എന്തായാലും കുറയും അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിക്രീസ് വരും. അപ്പോൾ ആ ഡിക്രീസ് കാരണം ഒബ്സലൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ഡിപ്രിസിയേഷനിൽ കണക്കാക്കുന്നത്. ഇറ്റ് ഇസ് എ ബിസിനസ് എക്സ്പെൻസ്, ഒരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കും പൈസ ഒന്നും കൊടുക്കണില്ല അല്ലേ. നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിന് നമ്മളൊരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കാൻ, നോർമലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ. അതേപോലെ തന്നെ ഈ അസറ്റിന്റെ വാല്യൂ കുറയുന്നുണ്ടല്ലോ, അപ്പോൾ അസറ്റ് എവിടെ കിടക്കണം, ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ട് നമ്മൾ അസറ്റിന്റെ വാല്യൂ ഒന്ന് കുറച്ചും കാണിക്കണം. ആൻഡ് ദ എമൗണ്ട് ടു ബി ഡിഡക്റ്റഡ് ഫ്രം എ റെസ്പെക്റ്റീവ് അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് ആ അസറ്റിന്റെ അകത്ത് നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ രണ്ട് സ്ഥലമാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ഒന്ന് ആ റെസ്പെക്റ്റീവ് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തും കാണിക്കാം. ഇഫ് ഡിപ്രിസിയേഷൻ ഇസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ഇനി ട്രയൽ ബാലൻസിന്റെ അകത്താണ് നമ്മൾ ഡിപ്രിസിയേഷൻ തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം രണ്ട് ട്രീറ്റ്മെന്റ് ഇല്ല, ഒരു സ്ഥലത്ത് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ പിന്നെ കാണിക്കേണ്ട, അത് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തു എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റ്മെന്റ് തരുവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ അസറ്റിന് മൈനസ് ചെയ്തും കാണിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിന് അകത്ത് തരുവാണെങ്കിൽ ഇതിൽ ഒരു സ്ഥലം കാണിച്ചാൽ മതി. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ടു കൺസേൺഡ് അസറ്റ്, അസറ്റിന്റെ വാല്യൂ കുറയല്ല ചെയ്യുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു കൺസേൺഡ് അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. എങ്ങനെ ഡെറ്റേഴ്സിന് മേലെ നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ലോസിന് വേണ്ടി അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു എമൗണ്ട് ആണല്ലേ ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞാൽ ബിസിനസ് എന്റർപ്രൈസ് മേ റിസീവ് ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ ഫ്രം ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് വൈൽ മേക്കിംഗ് പേയ്മെന്റ് ടു ദം. ഇപ്പം പേയ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അവിടുന്ന് ഡിസ്കൗണ്ട് റിസീവും ചെയ്യും അല്ലേ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പേയ്മെന്റ് കൊടുക്കാനുള്ള ആൾക്കാരാണ്. നമ്മൾ എപ്പോഴാണ് പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത്, നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പർച്ചേസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ദി സ്പോട്ട് പേയ്മെന്റ് നടത്താതെ പർച്ചേസ് ചെയ്യുവാണ്, ക്രെഡിറ്റ് പർച്ചേസ് നടത്തുവാണ്. അപ്പം അവർക്ക് പിന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം, അതാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തുവാണെങ്കിൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്ത് തരും. For the amount due to creditors at the end of the year, discount may be received only in the next year on making payment accordingly. അപ്പോൾ ഈ വർഷത്തെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് അടുത്ത വർഷമായിരിക്കും. അപ്പോൾ അടുത്ത വർഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നുള്ളൂ. അക്കോർഡിംഗ്ലി പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഓൺ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം ഫ്രം ദ ക്രെഡിറ്റ് ഓഫ് ദി ഇയർ. അപ്പോൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് ലോസസിനാണ് നമ്മൾ സാധാരണ പ്രൊവിഷൻ വെക്കുന്നതെങ്കിലും ഇവിടെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇൻകം അടുത്ത വർഷം നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ആ ഇൻകത്തിന് വേണ്ടി ഒരു പ്രൊവിഷൻ വെക്കുവാണ്. ദ പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഡിസ്കൗണ്ട് എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഇൻ നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ കിട്ടുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു എമൗണ്ടിന് വേണ്ടി, ഒരു ഡിസ്കൗണ്ടിന് വേണ്ടി നമ്മൾ കുറച്ച് പ്രൊവിഷൻ വെക്കുവാണ്. എന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് നമ്മൾ ക്രെഡിറ്റേഴ്സ് മൈനസ് ചെയ്ത് കാണിക്കുവാണ്. ശരിക്കും നമുക്ക് 10,000 ആണ് കൊടുക്കാനുള്ളത്, പക്ഷെ നമുക്കറിയാം നമ്മൾ പ്രോംപ്റ്റ് പേയ്മെന്റ് 10,000 നടത്തും. അപ്പോൾ അതിൻ്റെ മേലെ ഡിസ്കൗണ്ട് കിട്ടും നമുക്കറിയാം. അപ്പോൾ പിന്നെ 10,000 നമ്മൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം എന്നില്ല അല്ലേ. ആ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് കാണിച്ചാൽ മതി. അതാണ് നമ്മളിവിടെ പ്രൊവിഷനായിട്ട് കാണിക്കുന്നത്. ദ പ്രൊവിഷൻ ഈസ് ക്രെഡിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാം. ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലല്ലേ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ
മേലെ വെക്കുന്ന പ്രൊവിഷനും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. എന്ന് വെച്ചാൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതേപോലെ തന്നെ ആ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിന് മൈനസ് ചെയ്തും കാണിക്കണം. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ജേർണൽ എൻട്രി നോക്കാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ എൻട്രി വരുന്നത്. വെച്ചാൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമുക്കറിയാം നമ്മുടെ ബിസിനസ്മാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ബിസിനസ്മാനിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാങ്കിന് അതൊരു എന്ന് വെച്ചാൽ ലാബിലിറ്റി ആണ് അല്ലേ, നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു പൈസയാണ് ബാങ്കിൽ നിന്ന് അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ അതിൻ്റെ മേലെ അവർ ഇൻട്രസ്റ്റും കൂടി തരണം അല്ലേ നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഇൻട്രസ്റ്റും കൂടി അവർക്ക് ലാബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ശരിക്കും ഇത് തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത്. സംടൈംസ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ പ്രൊപ്രൈറ്റേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ എല്ലാ ടൈമിലും കൊടുക്കണമെന്നില്ല. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ക്യാപിറ്റലിൻ്റെ മേലെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സച്ച് ഇൻട്രസ്റ്റ് ഈസ് എൻ എക്സ്പെൻസ് ടു ദ ബിസിനസ് ആൻഡ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്തായാലും അത് എക്സ്പെൻസ് ആണല്ലോ, നമ്മൾ ബിസിനസ്മാന് പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമ്മളിവിടെ കാണിക്കാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, അതാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്, അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തരുവാണെങ്കിൽ രണ്ട് സ്ഥലത്ത് കാണിക്കണം. അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലായി എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ബാലൻസ് ഷീറ്റിൽ നമുക്ക് എവിടെ കാണിക്കാം, ഇത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റലല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ 10,000 ഡെപ്പോസിറ്റ് ചെയ്തു, അതിന് മേലെ ഇൻട്രസ്റ്റ് നമ്മൾ വരുവാണെങ്കിൽ നമ്മളെ പാസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എമൗണ്ട് കൂടി വരും അല്ലേ. അപ്പോൾ അതിൻ്റെ മേലെ 100 റുപ്പീസ് നമുക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിൽ പാസ്ബുക്ക് നോക്കും, പിന്നെ 10,100 എന്ന് പറഞ്ഞിട്ട് കാണിക്കും അല്ലേ. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ക്യാപിറ്റലിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ബാങ്ക് നമുക്ക് തരാനുള്ള പൈസ കൂടി. അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ ബിസിനസ്മാനിന് ബിസിനസ് കൊടുക്കാനുള്ള പൈസ ക്യാപിറ്റൽ, തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ് ക്യാപിറ്റൽ. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി ഇനി കൊടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു അല്ലേ. ബാങ്ക് ബിസിനസ്മാന് കൊടുക്കാനുള്ള എമൗണ്ട് കൂടി. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ബൈ ആഡിങ് ദ സെയിം ടു ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ വെച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അത് വെച്ച് ആലോചിച്ചാൽ മതി. ഇപ്പോൾ 10,000 റുപ്പീസ് ഞാൻ ബാങ്കിൽ ഇട്ടു. അപ്പോൾ എനിക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് തരുവാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ട് തരില്ല, എന്താ ചെയ്യുക, നമ്മുടെ എമൗണ്ടിൻ്റെ മേലെ ആഡ് ചെയ്ത് കാണിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ബാങ്കിൽ 10,000ൻ്റെ കൂടെ ആ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത് വരും. അതേപോലെ തന്നെയാണ് ഇവിടെ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ബിസിനസ്മാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു, ട്രീറ്റ്മെൻറ്റ് പഠിച്ചു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്മാൻ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഡ്രോയിങ്സിൻ്റെ മേലെ ബിസിനസ് ചില സമയത്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന പൈസയുടെ മേലെ ബിസിനസ് ചാർജ് ചെയ്യുക എന്ന് വെച്ചാൽ ബിസിനസ് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് വാങ്ങിക്കുവാണ്. അപ്പോൾ ബിസിനസ്സിന് ഒരു ഗെയിൻ ആണ് അല്ലേ, ഇറ്റ് ഇസ് എ ഗെയിൻ ടു ദ ബിസിനസ്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഇസ് ക്ലോസ് ബൈ ട്രാൻസ്ഫറിങ് ഇൻ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദ സെയിം എമൗണ്ട് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അത് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും. ഇപ്പം ബിസിനസ്മാനിന് കൊടുക്കാനുള്ള പൈസയാണ് നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അല്ലേ. എന്ന് വെച്ചാൽ 10,000 ഇപ്പം ബിസിനസ്മാന് കൊടുക്കാനുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞാൽ ബിസിനസ്മാൻ ബിസിനസ്സിനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ബിസിനസ്മാൻ ബിസിനസ്സിന് 100 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. 10,000 രൂപ എ ബിക്ക് കൊടുക്കാനുണ്ട്, ബി എക്ക് 100 രൂപ കൊടുക്കാനുണ്ട്. അപ്പം എ ബിക്ക് 9,900 റുപ്പീസ് കൊടുത്താൽ പോലെ എന്ന് വെച്ചാൽ അത് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ തന്നെ ഇവിടെ ചെയ്യാതെ സെയിം എമൗണ്ട് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റലിന് മൈനസ് ചെയ്യും. ഇറ്റ് ഇസ് എ ഗെയിൻ ടു ദ ബിസിനസ് ആയതുകൊണ്ട് നമ്മളത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഇവിടെ കാണിക്കണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഇപ്പം നെക്സ്റ്റ് നമ്മുടെ അണ്ടർ ആൻഡ് ഓവർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്. നമ്മൾ നോർമലി സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യുന്നത്, ഐദർ മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ്, അതിലേതാണ് കുറവ്, വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ആ വാല്യുവേഷനും ചിലപ്പം വേരിയേഷൻസ് വരാം നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ.
ചിലപ്പം ആ വാല്യൂഷനിൽ കൂടി പോവാം അല്ലെങ്കിൽ അതിനെങ്ങാട്ടി കുറഞ്ഞു പോവാം. ഇതിനാണ് ഓവർ വാല്യൂഷൻ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഷൻ എന്ന് പറയുന്നത്. കൂടി പോവുകയാണെങ്കിൽ നമ്മൾ ഓവർ വാല്യൂഷൻ എന്ന് പറയും, കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ അണ്ടർ വാല്യൂഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ബിസിനസ് കൺസേൺ മേ വാല്യൂ ദ സ്റ്റോക്ക് ഐദർ അറ്റ് എ ലോവർ വാല്യൂ ഓർ അറ്റ് എ ഹയർ വാല്യൂ. ചിലപ്പോൾ കൂടി പോവാം, ചിലപ്പോൾ കുറഞ്ഞു പോവാം. ഇൻ സച്ച് കേസസ്, in order to ascertain the true profit and to show the actual capital, some adjustments are to be made in the books of accounts. ഇപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മാറിക്കിടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമല്ല ക്ലോസിംഗ് സ്റ്റോക്ക് ഏതെങ്കിലും ഒന്ന് മാറിക്കിടക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രോഫിറ്റ് മാറിയെന്നല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു 10,000 റുപ്പീസ് കൂടിപ്പോയി നമ്മൾ എഴുതിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡ് ഇൻക്രീസ് ചെയ്തു അല്ലെ, എക്സ്പെൻസ് സൈഡ് ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻസ് സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കുറയും. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കുറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെറ്റ് പ്രോഫിറ്റും അത്രയും എമൗണ്ട് തന്നെ കുറയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഫിറ്റിൽ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റലിൽ വരുന്ന എഫക്റ്റ്, ഈ പ്രോഫിറ്റ് നമ്മൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിലാണ് അല്ലേ. അപ്പം ആ അത്ര എമൗണ്ട് കുറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റാണ് നമ്മൾ കൊണ്ട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതും അത്രയും തന്നെ ഡിഫറൻസ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും, അതേപോലെ ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ റീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇഫ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് എൻ ഇയർ ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ്, ഒരു വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കും ഓവർ വാല്യൂഡ് ആയിരുന്നു അല്ലേ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് ഓവർ വാല്യൂഡ് ആണെന്നല്ല അർത്ഥം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നത്. ഇൻകം സൈഡ് കൂടി കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടിക്കിടപ്പുണ്ടാവും, നെറ്റ് പ്രോഫിറ്റും അത്ര തന്നെ കൂടിക്കിടപ്പുണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ കൂടിക്കിടപ്പുണ്ടാവില്ല, അത്രയും എമൗണ്ട് നമ്മളുകൊണ്ട് ക്യാപിറ്റലും ആഡ് ചെയ്തു, അപ്പോൾ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. If opening stock of the year is found overvalued, the excess value over the actual value is to be deducted from opening stock. ഒന്നാമത് നമ്മൾ മാറിക്കിടക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിനെ ആദ്യം ഒന്ന് ശരിയാക്കി വെക്കാം. എന്ന് വെച്ചാൽ അത്ര എമൗണ്ട് കൂടിയിരിക്കുന്ന അത്ര എമൗണ്ട് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് മൈനസ് ചെയ്യാം. ദ സെയിം എമൗണ്ട് ഈസ് ടു ബി ഐദർ ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. അപ്പോൾ അവസാനം എവിടെ അത് എഫക്റ്റ് പോയി കിടക്കുന്നത്, ക്യാപിറ്റലിനാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിന് അത്ര എമൗണ്ട് മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ or shown on the debit side of profit loss account as over കാസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ആ വർഷത്തെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ആ എമൗണ്ട് കാണിക്കാം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷത്തെ പ്രോഫിറ്റ് അത്രയും കുറയും അല്ലേ, നെറ്റ് പ്രോഫിറ്റ് അത്രയും കുറയും. അപ്പം ആ സാധനം നമ്മളെടുത്ത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വന്നുകൊള്ളും. ആ കുറക്കേണ്ട എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞോളും. അപ്പോൾ ഒന്നിക്കും നമുക്ക് എന്താ ക്യാപിറ്റൽ ഡയറക്റ്റ്ലി മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ, അപ്പോൾ അണ്ടർ വാല്യൂഡ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നേരെ തിരിച്ച് ചെയ്യണം കേട്ടോ. ഇഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ്, ഇനിയിപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഓവർ വാല്യൂഡ് ആയിരിക്കുന്നതെങ്കിൽ ദ എക്സസ് വാല്യൂ മേ ബി ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആസ് ഓവർ കാസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോഫിറ്റ് കൂടി കിടക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യല്ലേ വേണ്ടത്, എക്സ്പെൻസ് സൈഡ് കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് അണ്ടർ വാല്യൂഡ് ആണെന്ന് അർത്ഥം എന്നുവെച്ചാൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെങ്കിൽ നമ്മളെ ഇൻകം സൈഡിൽ എമൗണ്ട് കുറഞ്ഞു പോയി, അതിനനുസരിച്ച് ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കൂട്ടണം. ദ എമൗണ്ട് ഓഫ് അണ്ടർ വാല്യൂഷൻ മേ ബി ക്രെഡിറ്റഡ്, അത് എവിടെ ചെയ്യണം, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം ആസ് അണ്ടർ കാസ്റ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് വേണം അതിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The following is a trial balance of Vani as on 30th June 2014. 30th June 2014 trial balance നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഐറ്റം ക്യാപിറ്റൽ ആണ് 30,000, പിന്നെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 5,000, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ളതായിരിക്കില്ലേ ഡെറ്റേഴ്സ്, ഡെബിറ്റ് സൈഡിൽ അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ആണ്, അപ്പോൾ ഡെറ്റേഴ്സ് അസറ്റ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലുള്ളതാണ് 20,000 ആണ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് 10,500. ഇനി ലോൺ തന്നിട്ടുണ്ട്, ലോൺ ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് 9,500. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 200 തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്താണ്, എക്സ്പെൻസ് ആണല്ലേ, അതുകൊണ്ട് 200 നമ്മുടെ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 700. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് തരുവാണെങ്കിൽ അത് പ്രീവിയസ് ഇയറിലെ പ്രൊവിഷനാണ്,
നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ് 700. ഓൾട്ടർനേറ്റീവ്ലി നിങ്ങൾക്ക് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു കഴിഞ്ഞാലും എമൗണ്ട് കറക്റ്റ് ആയിട്ട് വരും. പക്ഷേ നമ്മുടെ കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്താണ് കാണിക്കാം. നെക്സ്റ്റ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കാണ് 9000 തന്നിട്ടുണ്ട്. ഡെലിവറി വാൻ എന്ന് പറഞ്ഞാൽ അസറ്റ് തന്നിട്ടുണ്ട് 10,000. പിന്നെ ബാങ്കിലെ വാല്യൂ തന്നിട്ടുണ്ട് 500. അപ്പോൾ ഈ ഓരോ ഐറ്റം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ഒരു സ്ഥലത്തെ കാണിക്കാനല്ലോ. ഇപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ ഐദർ ലാബിലിറ്റി ഓർ ഇൻകം ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഇത് ലാബിലിറ്റി ആണ്, ലാബിലിറ്റി സൈഡിൽ. അങ്ങനെ ഓരോ ഐറ്റത്തിന്റെ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 9800 തന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് അത് ഒന്നിക്കൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും, അല്ലേ? ഇതിപ്പോൾ അസറ്റ് അല്ലേ വരുന്നത്. ബാഡസ് തന്നിട്ടുണ്ട് 600. നമുക്ക് ട്രയൽ ബാലൻസിന് അകത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി ഈ ബാഡപ്സ്. പർച്ചേസ് ആൻഡ് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ളതാണ് പർച്ചേസ്, അല്ലേ? പർച്ചേസ് നമുക്ക് ഡെബിറ്റ് സൈഡിലും സെയിൽസ് ക്രെഡിറ്റ് സൈഡ്, സെയിൽസ് ഇൻകം ആണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ആണോ പർച്ചേസ് റിട്ടേൺസ് ആണോ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ റിട്ടേൺസ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവും. 8000 എന്ന് പറഞ്ഞാൽ അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ആണ്. പർച്ചേസ് റിട്ടേൺസ് ആണ് 1500. നെക്സ്റ്റ് ക്യാരേജ് തന്നിട്ടുണ്ട്. 5500 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് 15,000 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അഡ്വർടൈസിങ് തന്നിട്ടുണ്ട് 3500. ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഇൻകം ആണ്, എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ ആൻഡ് പേയബിൾ. ബിൽസ് റിസീവബിളും പേയബിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള അസറ്റ് ആണ്, ക്രെഡിറ്റ് സൈഡിലുള്ളത് പേയബിൾ ആണ്. റെന്റ് തന്നിട്ടുണ്ട് 3400. റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ഒരു 300 തന്നിട്ടുണ്ട്. സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെന്റിന് എടുത്ത ഒരു സാധനം നമ്മൾ വേറൊരാൾക്ക് റെന്റിന് കൊടുക്കുന്നതിനാണ് സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഇൻകം കിട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇത്ര ഐറ്റം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ് ബൈ 10%. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കുറഞ്ഞു പോയിരിക്കുവാണ് 10%. നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിനെ കൂട്ടി കാണിക്കണം, കറക്റ്റ് വാല്യൂ കാണിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ കാസ്റ്റ് ബൈ 10% എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് 90% ആണ്, അല്ലേ? 10% കുറഞ്ഞു പോയി 100%. 100% ആണ് കാണിക്കേണ്ടത്, അതിൽ 10% കുറഞ്ഞു പോയി. അപ്പോൾ 90% ആണ്. നമ്മളതിനെ 100% ആക്കി മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എമൗണ്ട് ഇൻറ്റു 100/90, അല്ലേ? നമ്മളിപ്പോൾ ഒരു വാല്യൂടെ 10% കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10/100. 100 ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിന് 10 കാണും. ഇനി ഇവിടെ തന്നിരിക്കുന്ന 90% ആണ്. അതിൽ നിന്ന് നമുക്ക് 100ലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100/90 ആക്കി ചെയ്താൽ മതി ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ കറക്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. അപ്പോൾ പഴയ ഓപ്പണിംഗ് സ്റ്റോക്കും ഈ കറക്റ്റും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താ ചെയ്തിരിക്കുന്നത്? ഫൗണ്ട് അണ്ടർ കാസ്റ്റ്, കുറഞ്ഞു പോയിരിക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു പോയിരിക്കുവാണ്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്യാപിറ്റലിലും കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിൽ ആഡ് ആണ് ചെയ്യേണ്ടത് ആ ഡിഫറൻസ്. നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8750. പ്രൊവൈഡ് 5% of debtors for bad debts and 2% of debtors and creditors for discount. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ ബാഡ് ഡെബ്സ് 5%, 2% of debtors and creditors for discount. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സും ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ക്രെഡിറ്റേഴ്സും ഉണ്ട്. 2% ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2% തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്തിട്ട് ആദ്യം പ്രൊവിഷന്റെ വാല്യൂ മനസ്സിലാക്കി വെക്കണം. എന്നുവെച്ചാൽ ആദ്യം ഏതാണ് മൈനസ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഡെറ്റേഴ്സിന്ന് മൈനസ് ചെയ്യേണ്ടത്. ബാഡ് ഡെബ്സ് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ബാഡ് ഡെബ്സ് ഇല്ല, നമ്മളത് ശ്രദ്ധിക്കേണ്ട. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, അല്ലേ? അപ്പോൾ ആദ്യം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് തന്നിരിക്കുന്ന ഡെറ്റേഴ്സിന് മേലെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുടെ മേലെ വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 2% കാണാനായിട്ട്. നെക്സ്റ്റ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10% ആൻഡ് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 5%. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 10%, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ട് 5%. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേറ്റ് ഡെലിവറി വാൻ ബൈ 20%. ഡെലിവറി വാനിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 20%. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് സൈഡിലും കാണിക്കണം,
അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തും കാണിക്കണം. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ റഫായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞില്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കിയാൽ. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റംസ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും അതിൻ്റെ റിട്ടേൺസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളോട് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. 90% തന്നിരിക്കുന്നത് അതിനെ 100% ആക്കി മാറ്റണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്ന 9,000 ആണ്. 9,000 ഇൻറ്റു 100/90 10,000 ആക്കി മാറ്റാം. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 1,000 റുപ്പീസ്. 1,000 ആണ് നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് റിട്ടേൺസ് നമ്മൾ മൈനസ് ചെയ്തു. സെയിൽസിൽ നിന്ന് റിട്ടേൺസ് മൈനസ് ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 35,750 കിട്ടി അല്ലേ? ഇനി നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് ഏതാ? ഇപ്പോൾ ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ്, കാരേജ്, അഡ്വർടൈസിങ്, റെന്റ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുണ്ട് 35,750. റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് നമുക്ക് ഇൻകം തന്നിട്ടുണ്ട് അല്ലേ? 300. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 5,000. അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് 5% കാൽക്കുലേറ്റ് ചെയ്യാം. അതും കൂടി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാണിച്ചു. ഇനി ബാഡ് ഡെപ്സിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്. ബാഡ് ഡെപ്സ് നമുക്ക് ട്രയൽ ബാലൻസിൽ 600 തന്നിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അത് വേറെ എവിടെയും കാണിക്കണ്ട. ഇനി പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൊവിഷൻ 5% ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 20,000 ആയിരുന്നു അല്ലേ? അപ്പോൾ 20,000ൻ്റെ മേലെ ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് 5% കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് അഡീഷണൽ ബാഡ് ഡെപ്സ് ഒന്നും തരാത്തത് കൊണ്ട് ഡയറക്റ്റ് നമുക്ക് 20,000ൻ്റെ മേലെ 5% കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 1,000 കിട്ടി. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ 20,000 ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രൊവിഷനായ 1,000 മൈനസ് ചെയ്തതിന് ശേഷം 19,000ൻ്റെ മേലെ വേണം നമ്മൾ 2% കാണാൻ. അപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 380 കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇനി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ബാഡ് ഡെപ്സ് 600, പ്രൊവിഷൻ നമുക്ക് 1,000 ഉണ്ട്. ഇനി ഓരോ ഓൾഡ് പ്രൊവിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് ലെസ് ചെയ്യാം 700. അഡ്ജസ്റ്റ്മെന്റ് അവിടെ ചെയ്തു. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ത് ചെയ്യാം? നമ്മുടെ 20,000 മൈനസ് 1,000 19,000ൻ്റെ 2% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 380, അത് എഴുതി. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിപ്രിസിയേഷൻ നമ്മളോട് ഡെലിവറി വാൻ്റെ 20% കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെലിവറി വാൻ്റെ വാല്യൂ 10,000 20% എന്ന് പറഞ്ഞാൽ 2,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ 30,000 ആണ്, അതിൻ്റെ 10% 3,000. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് 500 തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് 2% ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റേഴ്സിൻ്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ക്രെഡിറ്റേഴ്സിൻ്റെ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് 10,500. അപ്പോൾ 10,500ൻ്റെ 2% കാൽക്കുലേറ്റ് ചെയ്യാം. അത് രണ്ടും ആഡ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് വേണമെങ്കിൽ ആ അണ്ടർ കാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിൽ ഞാനിപ്പം ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റലിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് വരും. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മളെ പ്രൊവിഷൻ 210 ഉണ്ടായിരുന്നു, അത് മൈനസ് ചെയ്യണം. ലോൺ ഉണ്ട്, ബിൽസ് പേയബിൾ, ക്യാപിറ്റൽ 30,000. അണ്ടർ കാസ്റ്റ് അതിൽ ആഡ് ചെയ്യാം. അണ്ടർ കാസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുമായിരുന്നു അല്ലേ? അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തു. 1,000 ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഇനി ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മൈനസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്യാഷ് അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഡെറ്റേഴ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന 2 ഐറ്റവും മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്സും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും രണ്ടും മൈനസ് ചെയ്യാം. ബിൽസ് റിസീവബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഡെലിവറി വാനിൽ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഡെലിവറി വാൻ മൈനസ് 2,000 ഡിപ്രിസിയേഷൻ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ആയി. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഇത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ചത് ഒന്ന് ഡിപ്രിസിയേഷനും പിന്നെ എന്തായിരുന്നു? മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അണ്ടർ കാസ്റ്റ് അല്ല ഓവർ കാസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം? അതേപോലെ ഡിസ്കൗണ്ട് ഓൺ
ക്രെഡിറ്റേഴ്സ് അല്ലെ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത കറക്റ്റ് ആയിരിക്കുമല്ലോ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കാം എങ്ങനെയാണ് തെറ്റിപ്പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് പഠിച്ചു. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സ് എഴുതിയിരിക്കുന്ന ബുക്കില്ലേ, ആ ബുക്കിനകത്ത് ഇതും കൂടെ എഴുതിക്കോ. ഒന്ന് ഡെപ്രിസിയേഷൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ ക്യാപിറ്റലിന് മൈനസ് ചെയ്ത് കാണിക്കണം. അതേപോലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞ കമ്പനിക്ക് ഇൻകം ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇത്രയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്. ഇനി ഓവർ വാല്യൂഷനും ഫണ്ട് വാല്യൂഷനും സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുമ്പം ആദ്യം എന്ത് ചെയ്യണം? അത് സ്റ്റോക്കിനകത്ത് തന്നെ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റോക്കിന്റെ വാല്യൂ കറക്റ്റ് ആക്കി കാണിക്കാം. പിന്നെ ക്യാപിറ്റൽ എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ കാണിക്കാം. ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് വേണമെങ്കിൽ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും കാണിക്കാം. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ എഫക്റ്റ് വന്നു നോക്കിയതിന് ശേഷം മാത്രമേ അത് അഡ്ജസ്റ്റ്മെന്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റ് വരുന്നത് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇത്ര കൂടിയത് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എന്ത് സംഭവിച്ചു നോക്കാം, എന്നിട്ട് വേണം അഡ്ജസ്റ്റ്മെന്റ് നടത്താനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം, ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിന് മൈനസ് ചെയ്ത് കാണിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചില്ലേ? അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കാം. അപ്പോൾ അതുവരേക്കും ഹാപ്പി ലേണിംഗ്.